അടുത്തതായിട്ട് ഈ പോപ്പുലേഷൻ ഗ്രോത്തിനെ കാണിക്കുന്ന മോഡൽസുകളാണ്. സോ അടുത്താണ് ഗ്രോത്ത് മോഡൽ. അടുത്ത ടോപ്പിക്കാണ് ഗ്രോത്ത് മോഡൽ. സോ ഈ പോപ്പുലേഷൻ എന്ന് പറഞ്ഞ അതിൻ്റെ ഗ്രോത്ത് ഓഫ് എ പോപ്പുലേഷൻ സമയത്തിനനുസരിച്ച് വിത്ത് ടൈം നമ്മൾ പറഞ്ഞ് മാറിക്കൊണ്ടിരിക്കും. ഒരു സ്പെസിഫിക് ഏരിയയിൽ അല്ലെങ്കിൽ അതിൻ്റെ ടൈം അനുസരിച്ച് കുറേ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോ ഗ്രോത്ത് ഓഫ് എ പോപ്പുലേഷൻ വിത്ത് ടൈം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള പാറ്റേൺ കാണിക്കുന്നുണ്ടോ എന്നൊരു നമുക്കൊരു ഡൗട്ട് വരാം. ഒരു ഗ്രോത്ത് ഓഫ് എ പോപ്പുലേഷൻ ഓരോ സമയത്തിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള പാറ്റേൺ കാണിക്കുന്നുണ്ടോ? കാരണം നമുക്ക് അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ പോപ്പുലേഷൻ ഗ്രോത്തും അതിൻ്റെ പ്രോബ്ലംസും നമ്മുടെ കൺട്രിയിൽ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. സോ അൺകൺട്രോളബിൾ ആണ് ഹ്യൂമൻ പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും. സോ വളരെയധികം നാച്ചുറലായിട്ട് നമ്മൾക്ക് ചിന്തിക്കുന്ന ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇതേപോലത്തെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ തന്നെയാണോ ഡിഫറെൻറ്റ് അനിമൽ പോപ്പുലേഷനിൽ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഡിഫറെൻറ്റ് അനിമൽ പോപ്പുലേഷനിൽ അല്ലെങ്കിൽ നേച്ചറിലുള്ള അനിമൽ പോപ്പുലേഷനിൽ അവർ ഇതുപോലെയാണോ ബിഹേവ് ചെയ്യുന്നത്, അൺകൺട്രോളബിൾ ആണോ, അതോ ഏതെങ്കിലും ഒരു റീസ്ട്രെയിൻ, ഒരു കൺട്രോൾഡ് ഗ്രോത്ത് ഉണ്ടോ? ഒരുപക്ഷേ നമുക്ക് പ്രകൃതിയിൽ നിന്ന് അല്ലെങ്കിൽ ആ നേച്ചറിൽ നിന്ന് പഠിക്കാൻ പറ്റും എങ്ങനെയാണ് ഒരു പോപ്പുലേഷൻ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക. സോ നേച്ചറിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ലെസണോ ഒന്നിലധികം ലെസൺസോ കിട്ടും, എങ്ങനെയാണ് നേച്ചറിൽ ഡിഫറെൻറ്റ് അനിമൽ പോപ്പുലേഷൻസ് അവരുടെ ആ പോപ്പുലേഷൻ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ വെൻ റിസോഴ്സസ് അവൈലബിലിറ്റി, ഒരു പോപ്പുലേഷനിലുള്ള ആ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിന് വേണ്ടിയുള്ള റിസോഴ്സ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഫുഡും സ്പേസുമാണ്. അവർക്ക് ആവശ്യമുള്ള ഫുഡ്, അവർക്ക് ആവശ്യമുള്ള സ്പേസ്. സോ ഇത് രണ്ടിലും തന്നെയാണ് കൂടുതലും കോമ്പറ്റീഷൻസും വരുന്നത്. സോ റിസോഴ്സ് അവൈലബിലിറ്റി, അതായത് നമ്മുടെ ഫുഡ് ആൻഡ് സ്പേസ് വളരെയധികം എസെൻഷ്യലാണ്. എന്തിനു വേണ്ടി? ഫോർ അൺഇംപീഡഡ് ഗ്രോത്ത് ഓഫ് എ പോപ്പുലേഷൻ. സോ റിസോഴ്സ് അവൈലബിലിറ്റി ആയ ഫുഡും സോഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫാക്ടറുകളാണ്. എന്തിനു വേണ്ടിയിട്ട്? അൺഇംപീഡഡ്, ഒരിക്കലും തടസ്സപ്പെടുത്താത്ത അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഗ്രോത്ത്. ഒരു പോപ്പുലേഷനിൽ അൺകൺട്രോളബിളായിട്ട് ഒട്ടും തടസ്സം വരാത്ത രീതിയിൽ, അൺഇംപീഡഡ്, സോ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒട്ടും തടസ്സം വരാത്ത ഒരു ഗ്രോത്തിന് വേണ്ടി ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ആവശ്യമാണ് റിസോഴ്സ് അവൈലബിലിറ്റി, അതായത് ഫുഡ്, സ്പേസ്. ഫുഡ് ആൻഡ് സ്പേസ് വളരെയധികം എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു റിസോഴ്സ് അവൈലബിലിറ്റിയാണ്, റിസോഴ്സാണ് ഈ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ അൺഇംപീഡഡ്, അൺകൺട്രോൾഡ് ആയിട്ട് മാറണമെങ്കിൽ. സോ അങ്ങനെയാണെങ്കിൽ റിസോഴ്സസ് അൺലിമിറ്റഡ് ആണെങ്കിൽ, ഇഫ് ആ ഒരു പോപ്പുലേഷനിലുള്ള റിസോഴ്സസ് അൺലിമിറ്റഡ് ആണെങ്കിൽ, അത്രമാത്രം അൺലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഫുഡും സ്പേസും ഉണ്ടെങ്കിൽ ഓരോ സ്പീഷീസിനും, അവിടെയുള്ള ഓരോ സ്പീഷീസിനും ഹാസ് എ എബിലിറ്റി ടു യൂട്ടിലൈസ് ഇറ്റ് ഇന്നേറ്റ് പൊട്ടൻഷ്യൽ ടു ഗ്രോ ഇൻ നമ്പർ. ഓരോ ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിനും, ഓരോ ഇന്നേറ്റ് സ്പീഷീസിനും അതിൻ്റേതായ ഒരു സ്വഭാവ സവിശേഷതയാണ് മാക്സിമം ഗ്രോ ഇൻ നമ്പർ. സോ ഓരോ സ്പീഷീസിനെയും ഹാസ് എ ഇന്നേറ്റ് പൊട്ടൻഷ്യൽ, അവർക്ക് നാച്ചുറലായിട്ട് തന്നെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. സോ അവരുടെ ആ നാച്ചുറൽ പൊട്ടൻഷ്യൽ, അവർ നാച്ചുറലായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു കഴിവാണ് മാക്സിമം നമ്പർ ഇൻക്രീസ് ചെയ്യുക. സോ അവരവരുടെ ആ ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു എബിലിറ്റീനെ അവർ റിയലൈസ് ചെയ്യുകയും മാക്സിമം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. ഇത് ഓൾറെഡി നമ്മുടെ ഡാർവിൻ ഒബ്സർവ് ചെയ്തതാണ്. അദ്ദേഹം ഈ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞ തിയറി ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം ഒബ്സർവ് ചെയ്തതാണ്, ഓരോ ഇൻഡിവിജ്വൽസിനും അതിൻ്റേതായ ഇന്നേറ്റ് ആയിട്ടുള്ള നാച്ചുറൽ എബിലിറ്റി അല്ലെങ്കിൽ നാച്ചുറൽ പൊട്ടൻഷ്യൽ ഉണ്ട് ടു ഇൻക്രീസ് ഇറ്റ്സ് നമ്പർ. അതിൻ്റെ നമ്പർ ഇൻക്രീസ് അല്ലെങ്കിൽ ഗ്രോ ഇൻ നമ്പർ കൂട്ടാനുള്ള ഇന്നേറ്റ് ആയിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു നാച്ചുറൽ പൊട്ടൻഷ്യൽ ഉണ്ട് ഓരോ ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിനും എന്ന് നാച്ചുറൽ സെലക്ഷൻ എന്ന തിയറി ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ ഡാർവിൻ ഒബ്സർവ് ചെയ്തതാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് റിസോഴ്സസ് അൺലിമിറ്റഡ് ആണെങ്കിൽ ഓരോ സ്പീഷീസിൻ്റെയും ഇന്നേറ്റ് പൊട്ടൻഷ്യൽ വെച്ചിട്ട് അത് മാക്സിമം ഗ്രോ ചെയ്യുകയും പോപ്പുലേഷൻ ഗ്രോസ് എക്സ്പോണൻഷ്യലി, അൺകൺട്രോളബിളായിട്ട് ഒരുപാട് ഗ്രോ ചെയ്യും, അല്ലെങ്കിൽ അതിനെ ജിയോമെട്രിക്കൽ ഫാഷൻ.
സോ ജോമെട്രിക്കൽ ഫാഷൻ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യലാണ് ഇട്ട് തന്നെ അത് അത്രത്തോളം വളരെ അൺകൺട്രോളബിളായിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങും. സോ റിസോഴ്സസ് അൺലിമിറ്റഡ് ആണെങ്കിൽ ഓരോ സ്പീഷീസും അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ഇന്നേറ്റ് പൊട്ടൻഷ്യൽ ഉപയോഗിച്ചുകൊണ്ട് ആ പോപ്പുലേഷൻ ഗ്രോ ചെയ്ത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കാണിക്കുന്നു, അല്ലെങ്കിൽ ജോമെട്രിക്കൽ ഫാഷനിലുള്ള ഗ്രോത്ത് കാണിക്കുന്നു. അതാണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. റിസോഴ്സസ് അൺലിമിറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന ഗ്രോത്താണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. സോ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് ഒരു പോപ്പുലേഷൻ്റെ സൈസ് നമ്മൾ പറഞ്ഞ പോപ്പുലേഷൻ സൈസ് n ആണെങ്കിൽ, ഇഫ് ഇൻ എ പോപ്പുലേഷൻ ഓഫ് സൈസ് n ആണെന്നുണ്ടെങ്കിൽ അവിടെ കാണുന്ന ബർത്ത് റേറ്റ് ബി. ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ അല്ല, പെർ ക്യാപിറ്റ ബർത്ത് ആണ് ഉദ്ദേശിക്കുന്നത്. സോ ബർത്ത് റേറ്റ് ബി, ഡെത്ത് റേറ്റ് ഇതുപോലെ തന്നെ ഡെത്ത് നമ്പർ അല്ല, പെർ ക്യാപിറ്റ ഡെത്ത്. സോ ബർത്ത് റേറ്റ് ബി, ഡെത്ത് റേറ്റ് ഡി. ഒരു പോപ്പുലേഷൻ ഓഫ് സൈസ് എന്നിൽ, പോപ്പുലേഷൻ സൈസ് n ആണെന്നെങ്കിൽ ബർത്ത് റേറ്റ് ബി, ഡെത്ത് റേറ്റ് ഡി. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ n, ഈ പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ ഇൻക്രീസോ ഡിക്രീസോ ഡ്യൂറിങ് എ യൂണിറ്റ് ടൈം പീരീഡ് ടി. ഒരു യൂണിറ്റ് ടൈം പീരീഡ് ടിയിൽ ഈ പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് dn/dt. സോ dn/dt എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രീസ് ഇൻ n എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഡ്യൂറിങ് എ യൂണിറ്റ് ടൈം പീരീഡ് n, യൂണിറ്റ് ടൈം പീരീഡ് t. സോ decrease or increase in n population density during a unit time period t. ഒരു യൂണിറ്റ് ടൈം പീരീഡ് ടിയിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുക, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് dn/dt. സോ ബി ബർത്ത് റേറ്റ് പെർ ക്യാപിറ്റ ബർത്ത്, ഡി ഡെത്ത് റേറ്റ് പെർ ക്യാപിറ്റ ഡെത്ത്. അങ്ങനെയാണെങ്കിൽ ഇൻക്രീസ് ഇൻ ഡിക്രീസ് ഇൻ n ഡ്യൂറിങ് എ യൂണിറ്റ് ടൈം പീരീഡ് ടി, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് dn/dt. സോ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഡ്യൂറിങ് എ യൂണിറ്റ് ടൈം പീരീഡ് ടി ആണ്, അതാണ് dn/dt. അതിനെ ആ ഫോർമുലയിലാകുമ്പോൾ dn/dt എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ പോപ്പുലേഷൻ ഡെൻസിറ്റി ഡ്യൂറിങ് എ യൂണിറ്റ് ടൈം പീരീഡ് ടി, dn/dt ഈസ് ഈക്വൽ ടു b മൈനസ് ഡി ഇൻറ്റു n. എന്താണ് b? നേറ്റാലിറ്റി, നമ്പർ ഓഫ് ബർത്ത്. b മൈനസ് ഡി ഇൻറ്റു n. ഡി എന്താണ്? ഡെത്ത് റേറ്റ് ഇൻറ്റു n. n എന്താണ്? പോപ്പുലേഷൻ ഡെൻസിറ്റി. സോ dn/dt ഈസ് ഈക്വൽ ടു b മൈനസ് ഡി ഇൻറ്റു n. b എന്ന് പറയുന്നത് പെർ ക്യാപിറ്റ ബർത്ത് റേറ്റ്, ഡി എന്ന് പറയുന്നത് പെർ ക്യാപിറ്റ ഡെത്ത് റേറ്റ് ഇൻറ്റു n, പോപ്പുലേഷൻ ഡെൻസിറ്റി. അതാണ് dn/dt. ഇനി നമ്മൾ ഒന്നും കൂടി പറയുകയാണെങ്കിൽ, അതിനെ ഒന്നും കൂടി കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ, b മൈനസ് ഡി ബർത്ത് റേറ്റ് പെർ ക്യാപിറ്റ ബർത്ത് റേറ്റ് മൈനസ് പെർ ക്യാപിറ്റ ഡെത്ത് റേറ്റ്. സോ ബി മൈനസ് ഡി എന്ന് പറയുന്നത് ആർ എന്നാണെന്ന് വിചാരിക്കാം. നമ്മൾ അസ്യൂം ചെയ്യാണ് b മൈനസ് ഡി എന്ന് പറയുന്നത് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറലായിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള അതിൻ്റെ ഒരു എബിലിറ്റി, ഇൻട്രിൻസിക് ആയിട്ടുള്ള ഒരു നേച്ചർ, അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറലായിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് ആർ. ഈ ആർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററാണ്. എന്തിനു വേണ്ടി? ടു അസസ്. എന്ത് അസസ് ചെയ്യാൻ? ഇമ്പാക്റ്റ് ഓഫ് ബയോട്ടിക്, ഏതെങ്കിലും ഒരു ബയോട്ടിക് അല്ലെങ്കിൽ അബയോട്ടിക് ഫാക്ടർ, ഒരു പോപ്പുലേഷൻ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടറിൻ്റെ ഇമ്പാക്റ്റ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചറിയുന്ന ഒരു ഫാക്ടറാണ് ആർ. സോ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്, സ്വാഭാവികമായിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള അതിൻ്റെ ആ റേറ്റിനെ വിളിക്കുന്ന പേരാണ് ആർ. ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിന് അതിന് സ്വാഭാവികമായിട്ടും ഇൻക്രീസ് ചെയ്യാനുള്ള അതിൻ്റെ ഇൻട്രിൻസിക് ആയിട്ട് വരുന്ന ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ആ ഒരു റേറ്റാണ് ആർ, നാച്ചുറലായിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ളത്. ഈ ആറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ. എന്ത് അസസ് ചെയ്യാൻ? ഏതെങ്കിലും ഒരു ബയോട്ടിക്കോ അബയോട്ടിക് ആയിട്ടുള്ള ഫാക്ടർ ഒരു പോപ്പുലേഷൻ ഗ്രോത്തിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യണേ, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് നമ്മുടെ ആർ. സോ അതാണ് b മൈനസ് ഡിനെ നമ്മൾ ആറായിട്ട് പറയാം.
പെർ ക്യാപിറ്റ ബർത്ത് റേറ്റ് മൈനസ് പെർ ക്യാപിറ്റ ഡെത്ത് റേറ്റ്, ദാറ്റ് ഈസ് ഇസിക്കൽ ടു ആർ ആണെന്നുണ്ടെങ്കിൽ ഈ ബി മൈനസ് ഡി ആർ ആണെങ്കിൽ അത് കൺവേർട്ട് ചെയ്യാം. സോ ഡി എൻ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ബി മൈനസ് ഡി എന്തായിട്ട് നമ്മൾ പറഞ്ഞത് ആറാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആർ എൻ. ആർ എന്താന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്, നാച്ചുറലായിട്ട് ഇൻക്രീസ് ചെയ്യാൻ അതിനുള്ളിൽ നിന്ന് തന്നെ വരുന്ന ആ ഒരു റേറ്റ് എബിലിറ്റിയാണ്, എബിലിറ്റി ടു ഇൻക്രീസ് ഇൻ നമ്പർ, നാച്ചുറലായിട്ടുള്ള ഇന്നീറ്റ് പൊട്ടൻഷ്യൽ, അതാണ് ആർ. സോ അത് ഇൻറ്റു പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ് ഡി എൻ ബൈ ഡി ടി. എന്താണ് ഡി എൻ ബൈ ഡി ടി? ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ പോപ്പുലേഷൻ ഡെൻസിറ്റി ഡ്യൂറിങ് എ യൂണിറ്റ് ടൈം പീരീഡ് ടി. സോ ഡി എൻ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ആർ എൻ. ആർ എന്താണ്? ബി മൈനസ് ടി. ബി എന്താണ്? പെർ ക്യാപിറ്റ ബി ബർത്ത്, ഡി എന്താണ്? പെർ ക്യാപിറ്റ ഡെത്ത്. പെർ ക്യാപിറ്റ ബർത്ത് മൈനസ് പെർ ക്യാപിറ്റ ഡെത്ത് ആണ് ആറ്, അത് ഇൻറ്റു എൻ ആണ് ഡി എൻ ബൈ ഡി ടി. സോ ഡി എൻ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു എൻ. ഇതാണ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിനെ കാണിക്കുന്ന ഫോർമുല. സോ രണ്ട് ടൈപ്പ് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞു, ഇൻക്രീസ് ആവണമെങ്കിൽ, ഫ്ലറിഷ് ചെയ്യണമെങ്കിൽ എന്താണ്? ബർത്ത് കൂടണം, അതുപോലെ ഇമിഗ്രേഷൻ കൂടണം. ബി പ്ലസ് ഐ കൂടിക്കഴിഞ്ഞാൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഫ്ലറിഷിങ് ആയിരിക്കും. അതേസമയം പോപ്പുലേഷൻ ഗ്രോത്ത് എപ്പോഴാണ് ഡിക്ലൈനിങ് ആവുക? ഡി പ്ലസ് ഐ ആണെങ്കിൽ, ഡെത്തും എമിഗ്രേഷനുമാണെന്നുണ്ടെങ്കിൽ അത് പോപ്പുലേഷൻ ഗ്രോത്ത് ഡിക്ലൈൻ ചെയ്യും. സോ റിസോഴ്സസ് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഗ്രോത്ത് എന്തായിരിക്കും? എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആയിരിക്കും. റിസോഴ്സസ് ലിമിറ്റഡ് ആയിട്ടാണ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു ലോജിസ്റ്റിക് ഗ്രോത്ത് ആണ് കാണിക്കുക. സോ രണ്ട് ടൈപ്പ് പോപ്പുലേഷൻ ഗ്രോത്ത് ആണെങ്കിൽ കാണിക്കുക. ഒന്നാമത്തെയാണ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്. എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിൽ റിസോഴ്സസ് അവൈലബിലിറ്റി, ഫുഡ് ആൻഡ് സ്പേസ് അൺലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ഓരോ സ്പീഷീസും അതിൻ്റെ ഇന്നേറ്റ് ആയിട്ടുള്ള നാച്ചുറൽ പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് മാക്സിമം ആ പോപ്പുലേഷനെ ഗ്രോ ചെയ്ത് എക്സ്പൊണൻഷ്യലായിട്ട് ഗ്രോ ചെയ്യുന്നു ജോമെട്രിക്കൽ ഫാഷനിൽ. സോ അവിടെ ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡി എൻ ബൈ ഡി ടി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ പോപ്പുലേഷൻ ഡെൻസിറ്റി എൻ അറ്റ് എ യൂണിറ്റ് ടൈം പീരീഡ് ടി, ഡി എൻ ബൈ ഡി ടി എന്ന് പറയുന്നത് ആർ എൻ. ആർ എന്തായിരുന്നു? ബി മൈനസ് ടി പെർ ക്യാപിറ്റ ബർത്ത് മൈനസ് പെർ ക്യാപിറ്റ ഡെത്ത്. സോ ബി മൈനസ് ടി ആർ ആയിട്ട് കൺവേർട്ട് ചെയ്തു, എൻ പോപ്പുലേഷൻ ഡെൻസിറ്റി. സോ ഡി എൻ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ആർ എൻ. ആർ എന്താണ്? ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറലായിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള അതിൻ്റെ ഇൻട്രിൻസിക് റേറ്റിനെ വിളിക്കാമെന്ന് പറയുന്നത്. അതായത് നാച്ചുറലായിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള അതിൻ്റെ നാച്ചുറൽ പൊട്ടൻഷ്യൽ എബിലിറ്റിയാണ് പറയുന്നത് ആർ എന്ന് പറയുന്നത്. അത് ഓരോ ഓർഗാനിസത്തിനും ഡിഫറെൻ്റ് ആയിരിക്കും. ഈ ഓരോ സ്പീഷീസുകൾക്കും ഈ ഇൻട്രിൻസിക് നേച്ചർ ഓഫ് നാച്ചുറൽ ഇൻക്രീസ് വന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. സോ നമ്മൾ പറഞ്ഞു ആർ എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് ആണെന്ന് പറഞ്ഞു. ഓരോ ഓർഗാനിസത്തിനുള്ള ആ ഒരു ഇൻട്രിൻസിക് റേറ്റ് ആണ് നാച്ചുറലായിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ളത്. അതായത് നാച്ചുറലായിട്ടുള്ള അതിൻ്റെ പൊട്ടൻഷ്യലാണ് ടു ഗ്രോ ഇൻ നമ്പർ അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ നമ്പർ. സോ അതാണ് ആർ. സോ ഈ ആറിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആർ വാല്യൂസ് ഓരോ സ്പീഷീസിനും നമുക്ക് കാണാൻ പറ്റും. സോ നോർവേ റാറ്റിൻ്റെ ആർ വാല്യൂ എന്ന് പറയുന്നത് 0.015 ആണ് നോർവേ റാറ്റിൻ്റെ ആർ വാല്യൂ. അതുപോലെ ഫ്ലോർ ബീറ്റിലിൻ്റെ ആർ വാല്യൂ എന്ന് പറയുന്നത് 0.12 ആണ്. അതേസമയം 1981 ഹ്യൂമൻ പോപ്പുലേഷൻ, ഇന്ത്യയിലെ ഹ്യൂമൻ പോപ്പുലേഷൻ 1981 അതിൽ ആർ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0.0205 ആണ്. സോ ഓരോ ഓർഗാനിസത്തിനും അല്ലെങ്കിൽ ഓരോ സ്പീഷീസിൻ്റെയും ഇൻട്രിൻസിക് ആയിട്ടുള്ള നാച്ചുറൽ ഇൻക്രീസ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയാണ് ആർ. സോ ആർ വാല്യൂ ഓരോ സ്പീഷീസിനും അല്ലെങ്കിൽ ഓർഗാനിസത്തിനും ഒരു ഡിഫറെൻ്റ് ആയിരിക്കും. ഇതാണ് ആ ആർ വാല്യൂവിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അതിന് എത്രത്തോളം നാച്ചുറലായിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് ഈ നോർവേ റാറ്റിന്, അതുപോലെ ഫ്ലോർ ബീറ്റിലിന്, അതുപോലെ ഹ്യൂമൻ പോപ്പുലേഷനിലും. സോ കറണ്ട് ആയിട്ടുള്ള ഹ്യൂമൻ പോപ്പുലേഷൻ ആർ വാല്യൂ അറിയണമെങ്കിൽ നമുക്ക് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹ്യൂമൻ പോപ്പുലേഷൻ്റെ കറൻറ്റ് ആർ വാല്യൂ അറിയാം. ഇനി ഈ ആർ വാല്യൂവിനെ നമ്മൾ പറഞ്ഞു നമ്മുടെ എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിലാണ് നമ്മൾ ഈ ആർ വാല്യൂവിനെ പറ്റി പറഞ്ഞത്. സോ എക്സ്പൊണൻഷ്യൽ അഥവാ ജോമെട്രിക് ഗ്രോത്ത് പാറ്റേൺ ഓഫ് എ പോപ്പുലേഷൻ, ഒരു പോപ്പുലേഷനിലെ എക്സ്പൊണൻഷ്യൽ അല്ലെങ്കിൽ ജോമെട്രിക് ഗ്രോത്ത്. എപ്പോഴാണ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് നടക്കുക? അൺലിമിറ്റഡ് റിസോഴ്സസ് ഫുഡ് ആൻഡ് സ്പേസ് അവൈലബിൾ ആണെങ്കിൽ അവിടെ എക്സ്പൊണൻഷ്യൽ അഥവാ ജോമെട്രിക്കൽ ഗ്രോത്ത് നടക്കുന്നു. സോ എക്സ്പൊണൻഷ്യൽ അല്ലെങ്കിൽ ജോമെട്രിക്കൽ ഗ്രോത്ത് പാറ്റേൺ ഓഫ് എ പോപ്പുലേഷൻ നമ്മൾ ഒരു ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് വെൻ പ്ലോട്ട് പോപ്പുലേഷൻ ഡെൻസിറ്റി റിലേഷൻ ടു ടൈം ടി, പോപ്പുലേഷൻ ഡെൻസിറ്റി
എൻ അതിനെ ടൈം ടി ആയിട്ട് ഒരു ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് ജെ ഷേപ്പ്ഡ് കർവ്. ഒരു ജെ ഷേപ്പ്ഡ് കർവാണ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിന് നമുക്ക് കിട്ടുന്ന ആ ഒരു കർവ്. സോ ഗ്രോത്ത് കർവ് ഓഫ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ജെ ഷേപ്പ്ഡ് കർവാണ്. എപ്പോഴാണ് പോപ്പുലേഷൻ ഡെൻസിറ്റീനെ ടൈമായിട്ട് പ്ലോട്ട് ചെയ്തിട്ട് ഗ്രാഫ് വരയ്ക്കുകയാണ്. സോ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഇക്വേഷൻ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഈ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. ഏതാണ്? ഡി എൻ ബൈ ഡി ടി, പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ഓർ ഡിക്രീസ് എ പെർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ടൈം. ടി ആണ്, ഡി എൻ ബൈ ഡി ടി ആണെങ്കിൽ അതിന് നമ്മൾ പറഞ്ഞു ആർ ഇൻറ്റു എൻ. ആർ എന്ന് പറഞ്ഞാൽ ബി മൈനസ് ഡി, ബർത്ത് പെർ ക്യാപിറ്റ ബർത്ത് റേറ്റ് മൈനസ് പെർ ക്യാപിറ്റ ഡെത്ത് റേറ്റ് ഇൻറ്റു പോപ്പുലേഷൻ ഡെൻസിറ്റി. സോ ഡി എൻ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ആർ എന്ന് വന്ന് പറഞ്ഞാൽ ആ ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഇക്വേഷൻ അതിനെ നമ്മൾ ബേസിക് കാൽക്കുലസ് വെച്ചിട്ട് നമുക്ക് അതിനെ ഒരു ഇൻ്റഗ്രൽ ഫോമിലേക്ക് എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഡിറൈവ് ചെയ്യണം, ഇൻ്റഗ്രൽ ഫോം ആക്കി മാറ്റുകയാണെങ്കിൽ ഈ പോപ്പുലേഷൻ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഇക്വേഷൻ എന്തായി മാറും? ഇങ്ങനെയായി മാറും. എൻ ടി ഇസ് ഈക്വൽ ടു എൻ സീറോ ഇ റേസ് ടു ആർ ടി. എൻ ടി എൻ സീറോ ഇ ദ റേറ്റ് ഓഫ് ആർ ടി. സോ അതിൽ എൻ ടി എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഡെൻസിറ്റി ആഫ്റ്റർ ടൈം. ആഫ്റ്റർ ടൈം ഇൻ്റർവെല്ലാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എൻ ടി. എൻ സീറോ എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ടൈം സീറോ സ്റ്റാർട്ടിങ്. സോ പോപ്പുലേഷൻ ഡെൻസിറ്റി സ്റ്റാർട്ടിങ് ടൈം അറ്റ് ടൈം സീറോ, പോപ്പുലേഷൻ ഡെൻസിറ്റി ആഫ്റ്റർ ടൈം. ആർ എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് ആണ് നമ്മൾ പറഞ്ഞു. ഇ ആണെന്നുണ്ടെങ്കിൽ ഇ എന്ന് പറയുന്നത് ദ ബേസ് ഓഫ് നാച്ചുറൽ ലോഗരിതം, അത് 2.71828. ഇതാണ് ഈ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഇക്വേഷനെ നമ്മൾ ബേസിക് കാൽക്കുലസ് വെച്ചിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തിട്ട് ഇൻ്റഗ്രൽ ഫോം കിട്ടുന്നത്. ഇതിനെ കാൽക്കുലസ് വെച്ച് ഇൻ്റഗ്രൽ ഫോമിൽ മാറ്റുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് എൻ ടി ഇസ് ഈക്വൽ ടു എൻ സീറോ ഇ ദ റേറ്റ് ഓഫ് ആർ ടി. എൻ ടി പോപ്പുലേഷൻ ഡെൻസിറ്റി ആഫ്റ്റർ ടൈം, എൻ സീറോ പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ടൈം സീറോ സ്റ്റാർട്ടിങ്. ഇ എന്ന് പറയുന്നത് ബേസിക് ലോഗരിതമാണ്, നാച്ചുറൽ ലോഗരിതം. ആർ എന്ന് പറയുന്നത് നമ്മൾ പറയും ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്, ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്, സ്വാഭാവികമായിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ഇത് ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് ആണ് ആറ്. ടി ഇസ് ടു ടൈം ഇൻ്റർവൽ. സോ ഇങ്ങനെയാണ് ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിൻ്റെ ഇക്വേഷൻ നമ്മൾക്ക് പഠിക്കാൻ പറ്റിയത്. ഇനി നമ്മൾ ഈ ഏതൊരു സ്പീഷീസും ഗ്രോ ചെയ്ത് എക്സ്പൊണൻഷ്യലായിട്ട് ഗ്രോ ചെയ്യണമെങ്കിൽ അവിടെ അൺലിമിറ്റഡ് റിസോഴ്സസ് ഉണ്ടായിരിക്കണം. സോ വെൻ അൺലിമിറ്റഡ് റിസോഴ്സസിൽ ഫുഡ് ആൻഡ് സ്പേസും ഉണ്ടെങ്കിൽ ആ പോപ്പുലേഷൻ ഗ്രോയിങ് പോപ്പുലേഷനായി മാറും, അതായത് എക്സ്പൊണൻഷ്യലി ഗ്രോയിങ് പോപ്പുലേഷനായിട്ട് വരും. ഇത് ഒരു അൺലിമിറ്റഡ് പോപ്പുലേഷനായിട്ട് വളരെ ചുരുങ്ങിയ സമയത്തിന് തന്നെ മാറാൻ പറ്റുന്നതാണ്. സോ ഏതൊരു സ്പീഷീസും ഗ്രോയിങ് എക്സ്പൊണൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അവിടെ അൺലിമിറ്റഡ് റിസോഴ്സസ് ഉണ്ട് എന്നർത്ഥം. സോ അൺലിമിറ്റഡ് റിസോഴ്സസ് ഉണ്ടെങ്കിൽ ഏതൊരു ഓർഗാനിസത്തിൻ്റെയും ഇൻട്രിൻസിക് നേച്ചർ ഓഫ് അല്ലെങ്കിൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് അനുസരിച്ച് അത് അതിൻ്റെ മാക്സിമം നമ്പർ ഗ്രോ ചെയ്യാൻ നോക്കും, ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ നോക്കും. സോ അവിടെ അൺലിമിറ്റഡ് പോപ്പുലേഷനായിട്ട് മാറും. അൺലിമിറ്റഡ് റിസോഴ്സസ് ആണെങ്കിൽ അതൊരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആയിട്ട് മാറും. അപ്പോൾ അതെന്തിലേക്ക് എത്തും? ഒരു അൺലിമിറ്റഡ് പോപ്പുലേഷനായിട്ട് മാറും. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അങ്ങനെ നടക്കും. ഇത് ഡാർവിൻ ഓൾറെഡി ഒബ്സർവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സ്ലോ ബ്രീഡർ എനിമലായിട്ടുള്ള എലിഫൻ്റ് ആണെങ്കിൽ പോലും ഒരു അൺലിമിറ്റഡ് ആയിട്ട് ഗ്രോ ചെയ്ത് ഒരുപാട് നമ്പർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അവിടെ ഒരു ചെക്കില്ലെങ്കിൽ. സോ അതിന് കാരണം ഒരു നോൺ ചെക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ ദർ ഈസ് നോ ചെക്ക് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു സ്ലോ ബ്രീഡറായിട്ടുള്ള എലിഫൻറ്റ് പോലും ഒരുപാട് അൺലിമിറ്റഡ് ആയിട്ട് ഗ്രോ ചെയ്യും. അതിൻ്റെ റീസണാണ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്താണ് അവിടെ നടക്കുന്നത്. ഇനി ഈ എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിന് നമ്മൾ ഒരു സംഭവ ചരിത്രം ഡെമോൺസ്ട്രേറ്റ് ചെയ്യായിട്ട് പറയുകയാണെങ്കിൽ, അതായത് എത്രമാത്രം സ്പീഡിലാണ് ഒരു ഹ്യൂജ് പോപ്പുലേഷനായിട്ട് മാറുന്നത്. സോ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് മൂലം എങ്ങനെയാണ് ഒരു ഹ്യൂജ് പോപ്പുലേഷൻ ബിൽഡപ്പ് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് അത്രയും അൺലിമിറ്റഡ് ആയിട്ടൊരു പോപ്പുലേഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ള ഒരു സംഭവ ചരിത്രം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം നമുക്ക്. അത് പറയുന്നത് ഒരു കിങ്ങും ഒരു മിനിസ്റ്ററും, ഒരു രാജാവും ഒരു മന്ത്രിയും കൂടി ഒരു ചെസ്സ് കളിക്കാൻ തുടങ്ങി. ചെസ് ബോർഡിൽ ചെസ്സ് കളിക്കാം. അപ്പോൾ കിങ്ങിനാണെങ്കിൽ ഭയങ്കര കോൺഫിഡൻസ് ആണ്, കിങ് തന്നെയാണ് ജയിക്കുക, രാജാവ് തന്നെയാണ് ജയിക്കുക എന്നുള്ളത് ഭയങ്കര കോൺഫിഡൻസ് ആണ്.
സോ ആ കോൺഫിഡൻസിൻ്റെ ഇതിൽ ആ രാജാവ് മന്ത്രിയോട് പറയാണ് ഈ ബെറ്റിൽ, അപ്പോൾ എന്ത് ബെറ്റ് വേണമെങ്കിലും മന്ത്രി വെച്ചാൽ അതിനെ എന്താ പറയുക റിസീവ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടാണ് കിങ് ഇരിക്കുന്നത്. ബിക്കോസ് കിങ്ങിൻ്റെ ഒരു കോൺഫിഡൻസ് ആണ്, കിങ് ആണ്, രാജാവ് തന്നെയാണ് ഈ ചെസ് ആ കളിയായിട്ട് വയ്ക്കുന്ന ആ ചെസ് ഗെയിമിൽ ജയിക്കുക എന്നുള്ളത്. സോ അത്രയും ഓവർ കോൺഫിഡൻസിൽ എന്ത് ചെയ്യുന്നു, കിങ് മിനിസ്റ്റർ വെക്കുന്ന ഈ മന്ത്രി വെക്കുന്ന ഏത് തരത്തിലുള്ള ബെറ്റും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നു. സോ മിനിസ്റ്റർ ആണെങ്കിൽ വളരെ ഹമ്പിളായിട്ട് മിനിസ്റ്റർ വെച്ച ബെറ്റ് ഇതാണ്, ഞാനാണ് ഈ ഗെയിമിൽ ജയിക്കുന്നതെങ്കിൽ, ഈ ചെസ് കളിയിൽ ഞാനാണ് ജയിക്കുന്നതെങ്കിൽ മന്ത്രി പറയുന്നത് എനിക്ക് കുറച്ച് ഗോതമ്പ് മണികൾ മാത്രം മതി, ഐ നീഡ് സം വീറ്റ് ഗ്രെയിൻസ്, അത് മാത്രം മതി എനിക്ക് ഈ കളിയിൽ ജയിച്ചാൽ. അപ്പോൾ കിങ് വിചാരിച്ചു വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ ഒരു കുറച്ച് ഗോതമ്പ് മണികൾ കൊടുക്കാമെന്ന്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ഈ ഗെയിമിൻ്റെ അവസാനം കിങ് തോൽക്കുകയും രാജാവ് തോൽക്കുകയും മന്ത്രി ജയിക്കുകയും ചെയ്തു. അങ്ങനെ അപ്പോഴും രാജാവ് വിചാരിച്ചു കുറച്ച് ഗോതമ്പ് മണികളല്ലേ, അതത്ര വലിയ കാര്യമല്ലല്ലോ എന്ന് വിചാരിച്ചു. എന്നാൽ എങ്ങനെയാണ് ഈ മന്ത്രി പറഞ്ഞ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എനിക്ക് തരുന്ന ഗോതമ്പ് മണികൾ ഒരു പ്രത്യേക രീതിയിലായിരിക്കണം. എങ്ങനെയാണ്, എത്ര ക്വാണ്ടിറ്റി ഓഫ് ഗോതമ്പ് മണികളാണ് അല്ലെങ്കിൽ വീറ്റ് ഗ്രെയിൻസ് ആണ് എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കളിക്കുന്ന ഈ ചെസ് ബോർഡിൽ ആദ്യത്തെ സ്ക്വയർ, ചെസ് ബോർഡിൽ 64 സ്ക്വയറുകളാണുള്ളത്. ആ ആദ്യത്തെ സ്ക്വയറിൽ എനിക്ക് ഒരു ഗോതമ്പ് മണി വയ്ക്കുക, രണ്ടാമത്തെ സ്ക്വയറിൽ എനിക്ക് 2 ഗോതമ്പ് മണി വയ്ക്കുക. എന്നാൽ മൂന്നാമത്തെ ആ ചെസ് ബോർഡിൽ ആ സ്ക്വയറിൽ എനിക്ക് 4 ഗോതമ്പ് മണി വേണം. നാലാമത്തെ ഇതിൽ എനിക്ക് 8 എണ്ണം വേണം. അതായത് ഓരോ സെക്ഷനിലും അതിൻ്റെ ഡബിൾ ചെയ്യുക. പ്രീവിയസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി എത്ര വീറ്റ് ഗ്രെയിൻ ആണോ തൊട്ട് മുമ്പത്തെ സ്ക്വയറിലുണ്ടായിരുന്നത് അതിൻ്റെ നമ്പർ ഡബിൾ ചെയ്തിട്ട് വേണം ഓരോ നെക്സ്റ്റ് സ്ക്വയറിലും എനിക്ക് വേണ്ടത്. അങ്ങനെ 64 സ്ക്വയറും ഈ ചെസ് ബോർഡിൽ ഫില്ലാവണം. അപ്പോഴും എന്താ പറയുക, രാജാവിന് ഇതിൻ്റെ ആ ഒരു സീരിയസ്നെസ് മനസ്സിലായില്ല. രാജാവ് നോക്കിയപ്പോൾ ആദ്യത്തെ സ്ക്വയറിൽ, ചെസ് ബോർഡിൽ ആദ്യത്തെ സ്ക്വയറിൽ 1 ഗ്രെയിൻ വെച്ചു, രണ്ടാമത്തെ സ്ക്വയറിൽ 2 ഗ്രെയിൻ വെച്ചു, മൂന്നാമത്തെ സ്ക്വയറിൽ 4 ഗ്രെയിൻ വെച്ചു, എന്നാൽ നാലാമത്തെ സ്ക്വയറിൽ 8 ഗ്രെയിൻ. അങ്ങനെ ഓരോ സ്ക്വയറിലും ഈ മുമ്പ് വെച്ച സ്ക്വയറിൽ ഡബിൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ 64 സ്ക്വയർ ഫില്ല് ചെയ്യാൻ തുടങ്ങി. ചെസ് ബോർഡിൻ്റെ പകുതി ആയപ്പോഴേക്കും രാജാവിന് മനസ്സിലായി ഈ എൻ്റെ കിങ്ഡത്തിലെ ഫുള്ള് എല്ലാ ഈ ഗോതമ്പ് മണികളും ശേഖരിച്ചാലും ഈ 64 സ്ക്വയർ ഫില്ല് ചെയ്യാനായിട്ട് മതിയാവില്ല എന്ന് മനസ്സിലായി. ഇതാണ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലത്തെ ഒരു ഡബിളിങ് അത്രയും അൺലിമിറ്റഡ് ആയിട്ടാണ് ഇതിൻ്റെ ആ ഒരു ഗ്രോത്ത് കാണിക്കുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞത് ഒരു പാരമീസിയം, ചെറിയൊരു പാരമീസിയമാണ്. ആ പാരമീസിയം അതിൻ്റെത് സ്റ്റാർട്ട് ചെയ്യണത് ഒരു ജസ്റ്റ് 1 ഇൻഡിവിജ്വലിൽ നിന്നാണ്. അവിടെ ബൈനറി ഫിഷൻ, എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത് പാരമീസിയത്തിൽ. സോ അത് ഒരു ജസ്റ്റ് 1 ഇൻഡിവിജ്വലിൽ നിന്ന് റീപ്രൊഡ്യൂസ് ചെയ്ത് ബൈനറി വിഷനിലൂടെ അത് ഡബിൾ ചെയ്യുന്നു. ഓരോ വട്ടവും ഓരോ ദിവസവും അത് ഡബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ മനസ്സിനെ അത്രയും അതിശയിപ്പിക്കുന്ന രീതിയിലാണ് ഈ പാരമീസിയത്തിൻ്റെ ഗ്രോത്ത്. അങ്ങനെ പോപ്പുലേഷൻ സൈസ് ഒരു 64 ദിവസത്തിനുള്ളിൽ അത്രയ്ക്ക് മൈൻഡ് ബ്ലോയിങ് ആയിട്ട് അതുമാത്രമാത്രം രീതിയിൽ എക്സ്പോണൻഷ്യലായിട്ടാണ് ഈ പാരമീസിയത്തിൻ്റെ ഗ്രോത്ത്. അതായത് അവിടെ നിലവിലുള്ള ഫുഡും സ്പേസും അൺലിമിറ്റഡ് ആണെങ്കിൽ. സോ ഇതിൽ നിന്നൊക്കെ സൂചിപ്പിക്കുന്നത് ഈ റിസോഴ്സസ്, ഫുഡ്, സ്പേസ് എന്നീ റിസോഴ്സസ് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ എല്ലാ ഓർഗാനിസവും അതിൻ്റെ നാച്ചുറൽ എബിലിറ്റി ടു ഇൻക്രീസ് അല്ലെങ്കിൽ നാച്ചുറൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് ഇൻക്രീസ് അതിനനുസരിച്ച്, ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ആ പൊട്ടൻഷ്യൽ എബിലിറ്റിക്ക് അനുസരിച്ച് ഓരോ ഇൻഡിവിജ്വൽ ഓർഗാനിസം മാക്സിമം നമ്പർ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കും. സോ ഈ റിസോഴ്സസ് അൺലിമിറ്റഡ് ആണെങ്കിൽ നടക്കുന്ന ഗ്രോത്താണ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്. ഈ ഫുഡും സ്പേസും അൺലിമിറ്റഡ് ആണ്. അതിൻ്റെ 2 എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്. ആ ചെസ് ബോർഡിൻ്റെ എക്സാമ്പിളും ഒരു പാരമീസിയത്തിൻ്റെ ബൈനറി ഫിഷനിൽ നിന്ന് വരുന്ന എക്സാമ്പിളും.